ഈ ഞായറാഴ്ച അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തന്നെ മാമിയുടെ വീട്ടിലോട്ട് വന്നത്. മാമിയുടെ വീട് വൈക്കത്താണ് കേട്ടോ. അപ്പോൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായി മാമിയുടെ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ മാമി ചോദിച്ചു എന്ത് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ നിങ്ങൾ പറയാതോ ഞങ്ങൾ റംബൂട്ടാൻ പറിക്കാൻ വേണ്ടി വന്നതേ അല്ല മാമി എന്ന് പറഞ്ഞു. മാമി തലേന്ന് വിളിച്ചിട്ട് ഇവിടെ കുറച്ചും കൂടി റംബൂട്ടാൻ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. കാരണം അന്ന് പഴനിക്ക് പോയപ്പോഴത്തേക്ക് മാമി കുറച്ച് പച്ച ജസ്റ്റ് പഴുക്കാനായതാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ എല്ലാവരും പറിച്ചുകൊണ്ട് പോയി എന്നുണ്ടെങ്കിലും കുറച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കേട്ടായിരുന്നു. അപ്പം ഞാൻ കണ്ണൻ്റെ തന്നെ കണ്ണം പറഞ്ഞു മാമിയെ കണ്ട് കുറേ നാളായില്ല, നമുക്ക് എന്തായാലും പോകണം എന്ന് കണ്ണം പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഫുള്ള് റംബൂട്ടാണ് നിൽക്കുന്നത്. മാമീനെ കാണുന്നതല്ല റംബൂട്ടാൻ. മാമിയുടെ മാമീനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. റംബൂട്ടാനൊക്കെ സെക്കൻഡറി അല്ലേ മാമി എന്ന് പറഞ്ഞത്. അപ്പോൾ മാമിക്ക് അത് കണ്ടപ്പോഴേ മനസ്സിലായി. കാരണം ഞങ്ങൾ പെരേൻ്റെ അകത്ത് കയറാണ്ട് കൂടി നിന്നിട്ട് അവിടെ നിന്ന് വീട്ടിൽ വരിക, ഒരു കവറെടുക്കുക, മാമി തോട്ടി എവിടെ, അപ്പോൾ അവിടെ കുറേ തോട്ടി ഇരിപ്പുണ്ട്, എല്ലാ തോട്ടിയും വെച്ചിട്ട് ചെറപറ പറിക്കുക. അപ്പം അവസാനം ഞാൻ ഈ പറിക്കൽ പരിപാടി നിർത്തിയിട്ടെ, കാരണം എനിക്കങ്ങനെ അത്ര ഒരു വശയില്ല പറിക്കാനായിട്ട്. പിന്നെ അതുമല്ലെന്ന് എല്ലാ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ടെങ്കിൽ പഴുത്ത് കഴിയുമ്പോൾ മാങ്ങയോ അല്ലെങ്കിൽ എന്താണെങ്കിലും പഴുത്ത് കഴിയുമ്പോൾ ഞാൻ നെട്ടുമേന്ന് വിട്ടു പോരാൻ എളുപ്പമാണ്. പക്ഷേ ഈ റംബൂട്ടാൻ ഭയങ്കര ടഫാണ്. അതിങ്ങനെ പറിക്കുമ്പോഴത്തേക്കും ആ കൊലയോടെ തന്നെ പോരും. അപ്പോൾ ചിലപ്പോൾ പച്ചയൊക്കെ വീഴും കേട്ടോ. അപ്പോൾ 1-2 പച്ചയൊക്കെ വീണായിരുന്നു. ആരിതൊക്കെ നോക്കാനായിട്ട് താഴത്ത് എവിടെ വീഴുന്നതെന്ന് നോക്കി നിൽക്കും. അപ്പോൾ മാമി പറഞ്ഞു ഇതിലും നല്ലത് അണ്ണാനായിരുന്നു എന്ന്. കാരണം ആ വീഴുന്നതനുസരിച്ച് പെറുക്കിയെടുക്കുക, പൊട്ടിക്കുക, കഴിക്കുക. അവസാനം ആ വീടിൻ്റെ പരിസരം ഫുൾ അത്തക്കളവായിട്ടാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അങ്കിളും ഉണ്ട്. അവരിങ്ങനെ ഞെട്ടിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അപ്പോൾ അവർ ചിന്തിച്ച് കാണും ഇതെന്ത് റംബൂട്ടാൻ കാണാത്ത പിള്ളേരായിരുന്നു. ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ കഴിക്കാൻ തോന്നില്ലല്ലോ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ കണ്ടൊരുമാനം പേരൊക്കെയുണ്ട്, ആര് തിന്നാലും. അതങ്ങനെ അമ്പഴങ്ങയുണ്ട്, അതുമൊക്കെ നമ്മുടെ വീട്ടിലുള്ള കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ വേറെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കാണുമ്പോൾ ഒരു കൗതുകമല്ല. അല്ലെങ്കിൽ എനിക്ക് കൊറോണ എന്ന് എന്താ പറയുക, ഇതിന് കാണുമ്പോൾ ഇവരെപ്പോഴും കൊറോണ എന്ന് പറഞ്ഞിട്ട് എനിക്കിതിന് കൊറോണന്നേ വരുള്ളൂ. പിന്നെ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റംബൂട്ടാൻ എന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതിനെല്ലാം പാക്കറ്റിലാക്കിയൊക്കെ വെച്ചതിന് ശേഷം മാമി പറഞ്ഞു കൊച്ചി നിങ്ങൾ ഇതൊന്ന് കഴിക്കുമെന്ന് പറഞ്ഞു, ഇതുണ്ടാക്കി ചെയ്ത് കഴിക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ വന്ന് ഇതൊക്കെ വീഡിയോ എടുത്തു, എന്നാൽ പിന്നെ ഇതും കൂടി വീഡിയോ എടുത്തേക്കാം. ഭയങ്കര സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. നാടൻ താറാവില്ലേ, അത് വാങ്ങിയിട്ട് അടിപൊളി കറിയായിരുന്നു. മാമനുണ്ടാക്കിയതാണ്. മാമനല്ലെങ്കിൽ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്, നല്ല കൈപ്പുണ്യം മാമിയുടെ കുഴപ്പമൊന്നുമില്ല. മാമി അങ്ങനെ ഉണ്ടാക്കില്ലെന്നല്ല, മാമി ഭയങ്കര മടിച്ചാന്നേ. ഞങ്ങളുടെയൊക്കെ വേറെ ടൈപ്പാണ്. ഞങ്ങളുടെ അത്രയും മടിയില്ലെങ്കിലും കുഴപ്പമില്ല. മാമനെല്ലാം സെറ്റായിട്ട് നിൽക്കുമല്ലോ, മീൻസ് മാമൻ എല്ലാം ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ മാമി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മാമൻ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് കൂടുതലേ. മാമി ഈ വീഡിയോ കണ്ട് ചിലപ്പോൾ നാട്ടുമായിരിക്കും, എന്നാലും സാരമില്ല. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. കോടതിയിൽ അങ്ങനെയല്ല, സത്യം മാത്രമേ ബോധിപ്പിക്കാറുള്ളൂ. അങ്ങനെ പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ്. കുറേ നേരം വർത്താനം കണ്ട ആ കാലിൻ്റെ അടിയിലിരിക്കുന്നത് നമ്മുടെ സോഫയിലിരിക്കുന്നത് നമ്മുടെ ഇതാണ്. സോഫയല്ല, ദിവാങ്കോട്ടിൻ്റെ അടിയിൽ നമ്മുടെ ഇതാണ് കേട്ടോ. എന്തെന്നാണ് കൊറോണ റംബൂട്ടാൻ. ഈ വർത്താനത്തിനിടയ്ക്ക് ഞങ്ങൾ അതങ്ങ് തുറന്ന് വെച്ച് കഴിക്കാൻ തുടങ്ങി. അവസാനം അതങ്ങ് തീർന്നേ. പിന്നെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ ആകെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.